സുഹൃത്തുക്കളെ, ഈ മത്സരാധിഷ്ഠിത കാലത്ത് പ്രത്യേകിച്ചും കാക്കത്തൊള്ളായിരം ചാനലുകളുണ്ട് കേരളത്തിൽ, മലയാളത്തിൽ. ദേശീയ ഭാഷയായിട്ടുള്ള ഹിന്ദിയിൽ പോലും ഇത്രയും ചാനലുകളില്ല. അത്രമാത്രം മലയാളത്തിൽ സാറ്റലൈറ്റ് ചാനലുകളുണ്ട്. അതിലേറെ യൂട്യൂബ് ചാനലുകൾ, 10,000-കണക്കിന് യൂട്യൂബ് ചാനലുകളുണ്ട്. ആ സമയത്ത് മത്സരാധിഷ്ഠിതമായ ഒരു കാലഘട്ടത്തിനകത്ത് വാർത്തകൾ കൊടുക്കുന്നതിൽ പലപ്പോഴും വാർത്തകളിൽ അസത്യങ്ങളുണ്ടാവും, സത്യങ്ങളുണ്ടാവും, അർദ്ധസത്യങ്ങളുണ്ടാവും. സത്യം ആണ് ഏറ്റവും നമ്മൾ പ്രക്ഷേപണം ചെയ്യേണ്ടത്. പക്ഷേ അർദ്ധസത്യങ്ങൾ പലപ്പോഴും കയറിക്കൂടും. കാരണം നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരാളെ ബ്രേക്ക് ചെയ്യുമെന്നുള്ള ആ ഒരു വ്യഗ്രതയ്ക്കകത്ത് ചിലപ്പോൾ പലപ്പോഴും ഫാക്ട് ചെക്കിങ് കൃത്യമായിട്ട് നടത്താൻ കഴിയാത്തത് കൊണ്ട് അർദ്ധസത്യങ്ങൾ കയറിക്കൂടാം. എന്നാൽ അസത്യം മാത്രമേ പ്രചരിപ്പിക്കൂ എന്ന് ചില മാധ്യമങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഘട്ടം, അത് വളരെ വേദനാജനകമാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ ഇന്നത്തെ ആയിട്ടുള്ള വാർത്തകൾ, ഇന്നലെ വന്നിട്ടുള്ളൊരു വാർത്തയാണ്. റിപ്പോർട്ടർ ചാനലിനകത്ത് ലേഖി സജീന്ദ്രൻ, നമ്മളെ മുൻ കുന്നനാട് MLA VP സജീന്ദ്രൻ്റെ ഭാര്യയായിട്ടുള്ള ലേഖി സജീന്ദ്രൻ, ലേഖി മീഡിയ അക്കാദമിയുടെ പ്രൊഡക്റ്റാണ്. ലേഖി സജീന്ദ്രൻ്റെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ്. ചെങ്ങന്നൂരിൽ അച്ചു ഉമ്മൻ മത്സരത്തിന്. കേൾക്കൂ. ഇന്ന് ന്യൂസ് 18 കൊടുത്തിട്ടുള്ള വാർത്ത, മകൾ മത്സരത്തിന്, അത് മറിയം ഉമ്മൻ. ഇത് ഉമ്മൻചാണ്ടിയുടെ 2 മക്കളും ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക. 2 പേരും ചെങ്ങന്നൂരാണ് നിൽക്കുന്നത്. 2 പേരും ഉമ്മൻചാണ്ടിയുടെ പെൺമക്കളാണ്. 2 പേരും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടാണ് നിൽക്കുന്നത്. എന്തൊട്ട് കോപ്പിലെ പരിപാടിയാണ് നടത്തണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സാമാന്യമായ ഒരുപാട് ധാർമ്മികതയൊന്നും കാണിക്കണമെന്നില്ല, ഒരു ഇത്തിരിയെങ്കിലും നേരുന്നറിയും കാണിക്കണ്ടേ വാർത്തകൾക്കകത്ത്? എന്തും വിളിച്ചു പറയാന്നുള്ള രീതിയിലേക്ക് പോകുന്നത് എത്ര കഷ്ടമാണ്. ഇതിൻ്റെ പിന്നിലുള്ള ഓപ്പറേഷൻ്റെ വേരുകൾ ചെകഞ്ഞ് ഞാൻ അന്വേഷിച്ച് പോയപ്പം ഇത് നമ്മളെ മൂക്കൻ ഷാഫിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതാണ്. ചാണ്ടി ഉമ്മൻ്റെ ഇമേജ് തകർക്കുക. ഉമ്മൻചാണ്ടി മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ, രോഗാതുരനായിട്ട് കിടക്കുമ്പോൾ, ബാംഗ്ലൂർ ആശുപത്രി കിടക്കുമ്പം മറ്റൊരു MLA പോയിട്ട് അവിടെ നിന്ന് സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷാജിസ് കറിയെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേറെ MLA ഇവരുടെ അതേ ഗ്രൂപ്പിലുള്ള ചെന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ മുമ്പ് ഈ മൂക്കൻ ഷോഫി വിളിച്ചപ്പോൾ ലൗഡ് സ്പീക്കറിട്ട് കേൾപ്പിച്ചു. ഷോഫി പറയുകയാണ്, ഇനിയിപ്പോൾ നമ്മൾ മൂപ്പരെ കൂടെ നിന്നിട്ട് കാര്യമില്ല, മൂപ്പരെ കൗണ്ട് ഡൗൺ തുടങ്ങി, ഇനിയിപ്പോൾ അധികം ദിവസം നാളൊന്നും ഉണ്ടാവില്ല, നമ്മൾ മറ്റൊരു പ്ലാറ്റ്ഫോം ആലോചിക്കുകയല്ലേ, അതായത് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയല്ലേ എന്ന് പാർട്ടിക്കകത്ത്. അമ്മ അതിന് നന്ദിയില്ലാത്തതാ. പാല് കൊടുത്ത കൈക്ക് തിരിച്ചു കടിക്കാൻ വേണ്ടി ശ്രമിച്ചവനാണ് ഈ മൂക്കൻ. അവനാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അരുമ ശിഷ്യനായിരുന്ന അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച ജയസഖലിനെ വെട്ടിയിട്ട് അവൻ്റെ വസ്ത്രം മാറാനും എപ്പോഴും മാറി മാറി തുണി കൊടുക്കാൻ കിട്ടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ മറ്റവനെ അതിന് കിട്ടില്ല. തുണി മാറാനും തുണി മാറ്റി മാറ്റി കൊടുക്കാനും ഒന്നും കിട്ടില്ല എന്നുള്ള രീതിയിൽ എൻ്റെ പിൻഗാമിയായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് മാങ്കൂട്ടം വേണമെന്ന് പറയണത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പാലക്കാട് ബൈ ഇലക്ഷനിൽ മാങ്ങാണ്ടി തന്നെ വേണമെന്ന് പറയണത്. ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഈ ഷോഫിക്ക് കുറേ ഫാൻസും, പിന്നെ അവരേത് പലതും AI സംവിധാനമായിരുന്നു, പെയ്ഡായിരുന്നു എന്നുള്ളത് വ്യക്തമായില്ലേ. രാജ്മോഹനോട് എത്താൻ പറഞ്ഞു, ഇനി നിർത്തിക്കോണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പം ഒറ്റയടിക്കന്തേ ഈ ഫാൻസ് മുഴുവൻ അടങ്ങിയത്. അതായത് ഇത് സ്വിച്ച് ഇട്ട പോലെ നിന്നു. കാരണം ഇവർ കൺട്രോൾ ചെയ്യുന്നതാണ്, ഇവരുടെ പെയ്ഡായിരുന്നു, ഇവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പിന്നെയും കണ്ടിന്യൂ ചെയ്യില്ലേ. ആളുകൾ സമയത്ത് ഞാൻ ചെയ്തതാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിന് തുടർച്ചയായിട്ട് അത് രാജ്ഭവൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്ഭവൻ ഉണ്ണിത്താൻ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് പിന്നെയും പോസ്റ്റിലില്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിരുന്നു. അച്ചു ഉമ്മൻ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സതീഷ്, അന്നത്തെ കേസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു സതീശൻ പാച്ചേനി, മലമ്പുഴയിൽ VS അച്യുതാനന്ദനെതിരെ മത്സരിക്കുമ്പം അവിടെ പോയിട്ട് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത നല്ല ടാലൻ്റ് ആയിട്ടുള്ള പെൺകുട്ടി തന്നെയാണ്. പക്ഷെ അവർക്ക് കൊടുത്ത രാഷ്ട്രീയത്തിനും താല്പര്യമില്ലേ. ചാണ്ടി ഉമ്മൻ്റെയും അച്ചു ഉമ്മൻ്റെയും ഒക്കെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് മാറിയത് അവർ ഉമ്മൻചാണ്ടിയുടെ മക്കളാണെന്നുള്ളത്. സാധാരണഗതിയിൽ നേതാക്കന്മാരുടെ മക്കളാണെങ്കിൽ അതൊരു അധിക യോഗ്യതയായിട്ട് കണക്കിലെടുക്കുക. ഇത് അയോഗ്യതയായിട്ട് കണക്കിലെടുക്കപ്പെട്ടു. ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ രാഷ്ട്രീയത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. കാരണം എൻ്റെ മക്കളെ ഞാൻ കൊണ്ടുവന്നു, മക്കൾ രാഷ്ട്രീയത്തിനെതിരെ ഞാൻ പോരടിച്ചാണ്, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നു എന്നുള്ള പേര് വരുന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ യോഗ്യത കൊണ്ട് അവർ വരാൻ പറ്റുന്നവരായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കടുംപിടുത്തം കാരണമാണ്. ഇല്ലെങ്കിൽ മക്കൾ അന്നേ ഓരോ സ്ഥാനത്ത് എത്തേണ്ടതാണ്. ഉമ്മൻചാണ്ടി ചെയ്തതിനോട് ഞാൻ യോജിക്കുന്ന ആളൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ മക്കളായി പോയി എന്നുള്ളത് എന്തോ ഒരു കുറ്റമാണോ? അല്ലല്ലോ. അവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വരുന്നവരല്ലേ, അടിത്തട്ടിൽ പ്രവർത്തിച്ചു വന്നതല്ലേ. കേസിൽ പ്രവർത്തിച്ചിട്ടല്ലേ അച്ചു ഉമ്മൻ വരുന്നത്. അതേപോലെ തന്നെ ചാണ്ടി ഉമ്മൻ കേസിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുമ്പോൾ ദില്ലിയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതല്ലേ. ചെറുപ്പം തൊട്ട് തുടങ്ങിയിട്ടുള്ള പരിപാടിയല്ലേ. ഇപ്പം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ മക്കളെ തെരുവിൽ ഉമ്മൻചാണ്ടിയുടെ ഇമേജ് കളയണം. മരിച്ച് കഴിഞ്ഞ ഉമ്മൻചാണ്ടിയോട് പോലും
ഈ ഷോഫിക്കയുടെ ടീം കാണിക്കുന്ന നെറികേടാണിത്. അനാവശ്യ വിവാദങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വലിച്ചിറക്കുക. അച്ചുമ്മൻ എത്ര തവണ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു, എനിക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇപ്പം താല്പര്യമില്ല, ഞാൻ കോൺഗ്രസ്സുകാരിയാണ്, എൻ്റെ അപ്പയുടെ പ്രസ്ഥാനമാണ്, അതുകൊണ്ട് എനിക്ക് അതിനോടൊരു പൊക്കിൾക്കൊടി ബന്ധമാണ്, വൈകാരികമായ ബന്ധമാണ്, എൻ്റെ ബ്ലഡിൽ ആ ചോരയുണ്ട്. അതിനപ്പുറത്ത് ഇവിടുത്തെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യമില്ല. അവർ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും കാര്യങ്ങളായിട്ട് തിരക്കിലായതുകൊണ്ട് തന്നെ അച്ചുവാണ് മക്കളെ കാര്യങ്ങൾ പാരൻറ്റിങ്ങിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നു. അതിൻ്റെ കൂടെ അച്ചു സ്വന്തമായിട്ടുള്ള ചില സംവിധാനങ്ങളും പിന്നെ ബിസിനസ്സും ഫാഷൻ ഷോ ഉൾപ്പെടെയുള്ള മോഡലിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു. കൃത്യമായിട്ട് രാഷ്ട്രീയം പറയാൻ അറിയുന്നതാണ്. മറിയം ഉമ്മനൊക്കെ പിന്നെ ചാരിറ്റി ആക്ടിവിറ്റീസിൽ സജീവമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ യാത്ര, അവരുടെ വ്ളോഗൊക്കെ ഉണ്ട്, വളരെ സജീവമാണ്. ജീവിതത്തിലെ തിക്താനുഭവങ്ങളിലൂടെ കടന്നു വന്നവരാ മറിയാമ്മ ഉമ്മൻ. അത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയാണ്. അവർ ജീവിതത്തിലെ ഏറ്റവും വേദനിച്ച് നടന്ന കാരണം ഇല്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ സമൂഹത്തിന് മുമ്പിൽ പിന്നെ മാനഹാനി അനുഭവപ്പെട്ട ആ കുടുംബം, അതിൻ്റെ ഭാഗമായിട്ട് അവർ മാനസികമായിട്ട് തകർന്നു നിൽക്കുക. ഇപ്പോഴും അവരുടെ മനോഘടന പിന്നെ മാനസികാവസ്ഥ അത്ര നോർമലല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവർ പറയുന്നത് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ ചില മീഡിയയ്ക്ക് കൊടുക്കുമ്പോൾ ബൈറ്റ്, എന്നാൽ അവരുടെ മനോനില പരിഗണിച്ചുകൊണ്ട് അവരുടെ അടുത്ത് ഈ കോലും കൊണ്ട് ചെല്ലാതിരിക്കാനുള്ള ഔചിത്യ ബോധം പോലും മറ്റു മാധ്യമങ്ങൾ കാണിക്കുന്നില്ല. അപ്പോഴാണ് ഇല്ലാത്ത പ്രചരണം നടത്തുന്നത്. അവരെ വഴിക്ക് വിട്. നിങ്ങൾക്ക് അവരായിട്ട് MLA ആക്കി അടങ്ങും. അതും ഒരേ മണ്ഡലത്തിൽ നിന്ന് തന്നെ 2 മക്കളെ MLA ആക്കുക എന്നുള്ളത്. ചാണ്ടി ഉമ്മൻ ഇതിലെടുത്തിട്ടുള്ള സമീപനത്തിനോട് എനിക്ക് യോജിപ്പില്ല. ചാണ്ടി ഉമ്മൻ കുറച്ച് ഈ സത്യസന്ധത, ഇത്രയും ഈ പിന്നെ ശുദ്ധതയൊന്നും രാഷ്ട്രീയത്തിൽ പാടില്ല, ഇത്രയും പാവത്തരവും. ചാണ്ടി ഉമ്മൻ അതിവൈകാരികമായിട്ട് പ്രതികരിച്ചു. ചാണ്ടി ഉമ്മൻ ദീപാദാസ് മുൻഷിയെ കണ്ടിട്ട് ഞാൻ മാറി നിൽക്കാം, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്നാൽ മതി, ഞാൻ മാറി നിൽക്കാം എന്നൊക്കെ പറയുന്നത്. ഒരു കുടുംബത്തിൽ നിന്ന് പല ആൾക്കാർ വരുന്നില്ലേ? കെ കരുണാകരനും പിന്നെ കെ മുരളീധരനും കൂടി ഒരുമിച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടില്ലേ? കെ മുരളീധരനും പത്മജിയും കൂടി ഒരുമിച്ച്, കെ കരുണാകരനും മുരളീധരനും കൂടി ഒരുമിച്ച് തൃശ്ശൂരിൽ നിന്ന് കരുണാകരനും കോഴിക്കോട് നിന്ന് മുരളീധരനും പാർലമെന്റിലേക്ക് മത്സരിച്ചു. 2004 കെ മുരളീധരൻ വടക്കഞ്ചേരിയിൽ നിന്ന് നിയമസഭയിലേക്കും മുകുന്ദപുരത്ത് നിന്ന് ഇപ്പോഴത്തെ ചാലക്കുടി അവിടെ നിന്ന് പത്മജ വേണുഗോപാൽ ലോക്സഭയിലേക്കും മത്സരിച്ചു. അതൊക്കെ സ്വാഭാവികമല്ലേ? ഇനിയിപ്പോൾ ഒരു 3 പേരും കൂടി മത്സരിക്കാൻ ആ പാർട്ടി തീരുമാനിക്കണമെന്ന് വെച്ചാൽ അതിനെന്താ ചാണ്ടി ഉമ്മൻ വൈകാരികമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ചാണ്ടി ഉമ്മൻ അങ്ങനെ രാഷ്ട്രീയ സന്യാസത്തിന് പോകേണ്ടുന്ന ഒരാളല്ല. രാഷ്ട്രീയത്തിലെ ഒരു സന്യാസിയാണ് ചാണ്ടി ഉമ്മൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എങ്ങനെയായിരുന്നു MN വിജയൻ, അതുപോലെ തന്നെ ദാർശനികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുകയും ഒരു ഫിലോസഫറാണ് ചാണ്ടി ഉമ്മൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ഇത്രയും പാവമായിട്ടും വൈകാരികമായിട്ടും തീരുമാനമെടുക്കുന്ന ചാണ്ടി ഉമ്മനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് ശരിയായ രീതിയൊന്നുമല്ല. ഇത്രയും സത്യസന്ധതയൊന്നുമല്ല. അത്ര സത്യസന്ധതയൊന്നും അർഹിക്കുന്ന ഒരു ജനതയല്ല ഇവിടെ മുമ്പിലുള്ളതെന്നുള്ള ബോധമാണ് ആദ്യം ശ്രീ ചാണ്ടി ഉമ്മൻ ഉണ്ടാവേണ്ടത്. ചാണ്ടിച്ചനെ വിളിച്ചു നോക്കിയാൽ കിട്ടിയില്ല. കണ്ടപ്പോൾ പത്രവാർത്തകൾ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ട് തോന്നി. ഇത് കാരണം ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നുണ്ടെങ്കിൽ അത് വിഫല ശ്രമമാണ്. കാരണം അവർ ഉമ്മൻചാണ്ടിയുടെ മക്കളാണ്, അവർ മറിയാമ്മ ഉമ്മൻ്റെ മക്കളാണ്. കൃത്യമായിട്ടുള്ള ശിക്ഷണവും പാരൻറ്റിങ്ങും അവർക്കുണ്ടായിട്ടുണ്ട്. ആവശ്യമില്ലാതെ കുട്ടികളെ വഴക്ക് ഒന്നും പോയിട്ടില്ല അദ്ദേഹം. പക്ഷേ ഓരോ കാര്യങ്ങൾക്കകത്തും നീതിബോധത്തോടെ എങ്ങനെ വളരണം എന്നുള്ളത് ആ മക്കളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എസൻസ് അവരുടെ ഉള്ളിലുണ്ട്. ഇത് പിന്നെ ഈ ഒരു കുടുംബത്തിലൊരാൾ മാത്രം അധികം തീരുമാനിക്കേണ്ട. പക്ഷേ ഇവർ 2 പേരും ചിന്തിക്കാത്ത കാര്യങ്ങൾ. ന്യൂസ് 18 മറിയം ഉമ്മനെ ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കി. റിപ്പോർട്ടർ ചാനലിൽ അച്ചു ഉമ്മനെ ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കി. 2 പേരെയും കൂടി പിടിച്ച് പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥിയാക്കിയായിരുന്നു നന്നായി. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്ന് 3 പേര് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരേ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളാവുന്നു എന്നൊക്കെ ഉള്ളത് എന്തൊട്ട് ജേർണലിസ്റ്റ് ആണ്. അറപ്പ് തോന്നണം. ഇത് പിന്നെ എനിക്ക് ചാണ്ടി ഉമ്മനോട് പറയാനുള്ളത് കുറച്ചുകൂടി പക്വതയോടുകൂടി നേരിടണം എന്നുള്ളതാണ്. അച്ചു ഉമ്മനും മറിയം ഉമ്മനും ഒന്നും ഇതിനോട് പ്രതികരിക്കാനേ പോകണ്ട. ഈ ഗോസിപ്പ് പഠിച്ചു വിട്ടോട്ടെ. അവർ റീച്ചിന് വേണ്ടിയിട്ട് ഗോസിപ്പ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി മസാലയൊക്കെ ആവാൻ വാർത്തയ്ക്കകത്ത്. അല്ലാതെ അതേപോലെ ഫ്രഷായിട്ട് കൊണ്ടുപോയിട്ട് കൊടുത്ത് വിളമ്പി കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ മലയാളി പ്രേക്ഷകനത് വേണ്ട. അവർ കുറച്ച് പിന്നെ പിന്നെ അച്ചുവിൻ്റെ അമ്മ സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ ലിറ്റിൽ മുളക് പൊടി, ലിറ്റിൽ പിന്നെ മഞ്ഞപ്പൊടി, ലിറ്റിൽ പിന്നെ അത് മാത്രം പോരാ, കുറച്ചുകൂടി അജിനാമൂട്ടയും കൂടി ഇട്ട് കൊടുത്താലേ ഇപ്പം വാർത്ത പിന്നെ വിളമ്പിയാൽ സ്വാദോട് കൂടിയിട്ട് ആൾക്കാർ കഴിക്കുള്ളൂ എന്നുള്ള അവസ്ഥയില്ല. അജിനാമൂട്ടയില്ല, അതൊരു വാർത്ത ഇപ്പോൾ പോണില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവരിട്ടോട്ടെ. പക്ഷേ ബേസിക് സാധനം വേണ്ടേ? ഇപ്പം ചിക്കൻ കറിയാണ് വിളമ്പണമെന്നുണ്ടെങ്കിൽ അതിൽ തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും മുളക് പൊടിയും അജിനാമൂട്ടയും ഇട്ടു ടേസ്റ്റ് കൂടാൻ. ചിക്കൻ വേണ്ടേ? ചിക്കനില്ലാതെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുക? അതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഒരു ബേസ്ലെസ് ആയിട്ടുള്ള യാതൊരു വസ്തുതയില്ലാത്ത ഒരു സാധനത്തിനെ അത് കുക്കറിലിട്ട് വേവിച്ച് അത് വിളമ്പി കൊടുക്കുക. അടിസ്ഥാന ഘടകങ്ങൾ അതിനകത്തില്ല. ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറിയാണ് വിളമ്പുന്നത്. എന്തായിരുന്നാലും ഇത് അവാസ്തവമായ വാർത്തയാണ്. അച്ചു ഉമ്മനും മറിയം ഉമ്മനും മത്സരിക്കാൻ പോകുന്നില്ല. ചാണ്ടി ഉമ്മൻ എടുത്തിട്ടുള്ള അപക്വമായ നിലപാടാണ്. ദീപാദാസ് മുൻഷിയെ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് സത്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ മാറി നിൽക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് അത് ഇമോഷണലി അല്ല കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് ചാണ്ടി ഉമ്മൻ പല വിഷയങ്ങളിലും അങ്ങനെ ഇമോഷണലായിട്ട് ഈ സത്യസന്ധത കൂടിയിട്ട് അതിവൈകാരികമായി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നല്ല രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ കല്ലേറുണ്ടാവും, ബാക്കിയുള്ളത് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇവിടെ ഉറപ്പില്ലാത്ത കുറേ എണ്ണം ഉണ്ടല്ലോ. പെണ്ണുപിടിക്കാൻ നടന്നവനും പ്രകൃതി വിരുദ്ധ ലൈംഗികതയുടെ ആളായിട്ടുള്ള അവൻ്റെ തലതൊട്ടപ്പനും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. നാട്ടിൽ മുഴുവൻ വേട്ടക്കാരായിട്ട് മനുഷ്യന്മാരാണ്. വീക്ക്നെസ് ഒക്കെ ഉണ്ടാവും. ദൗർബല്യങ്ങളില്ലാത്തൊരു മനുഷ്യനുമില്ല. ആണാവട്ടെ പെണ്ണാവട്ടെ ആരോ ആവട്ടെ, പുരോഹിതന്മാരാവട്ടെ സിനിമാക്കാരാവട്ടെ രാഷ്ട്രീയക്കാരാവട്ടെ ആരോ ആവട്ടെ മനുഷ്യനാണ്. മനുഷ്യന് ദൗർബല്യങ്ങളുണ്ടാവും, ബലഹീനതകളുണ്ടാവും. പക്ഷേ അത് മാത്രം ഒരു തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുള്ള വൃത്തികെട്ടവന്മാരുള്ള ഒരു കാലത്ത് അവരുടെ തൊലിക്കട്ടിയൊന്നും ഇല്ലെങ്കിലും ചാണ്ടിമണിൽ ഇത്തിരി തൊലിക്കട്ടിയൊക്കെ ആവാം എന്നുള്ള അഭിപ്രായം മാത്രം പങ്കുവച്ചുകൊണ്ട് തൽക്കാലം ഈ വാർത്തയ്ക്കകത്ത് യാതൊരു ഫാക്റ്റുമില്ല. മറിയം ഉമ്മനും അച്ചു ഉമ്മനും മത്സരിക്കുന്നില്ല എന്ന കാര്യം പ്രേക്ഷകരുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. റിപ്പോർട്ടർ ചാനലിലും ന്യൂസ് 18 കൊടുത്തിട്ടുള്ളത് അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തയാണ്. അത് നടക്കാൻ പോകുന്നില്ല. അത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ഈ 2 ചാനലിൻ്റെ പ്ലേ കാർഡൊക്കെ വെച്ചിട്ട് മൂക്കൻ ഷോഫിയുടെ മാസ്കും വെച്ച് മൂക്കൻ ഷോപ്പി സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നടന്നോളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു.